യേശു കർത്താവിന്റെ അതിപരിശുദ്ധമോ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി പ്രാരംഭമായി 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഇത് നമ്മൾ വളരെ സമയം വളരെ ലിമിറ്റഡ് കുറവാണ്, പരിമിതമായ സമയമുള്ളതുകൊണ്ട് വേഗം വാക്യങ്ങൾ വായിച്ച് സഹായിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിക്കുന്നു. 1 പത്രോസ് 5-ന്റെ 6 മുതൽ 8 വരെ വായിച്ചാണ്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുക. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണമെന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. ഹല്ലേലൂയ. അവന്റെ അലർച്ചയും കറക്കവും കണ്ട് പേടിക്കാനല്ല എന്റെ ദൈവം നിങ്ങളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ പാസ്റ്ററേ, ഞാൻ മനസ്സാവാതെ അറിയാത്ത കാര്യങ്ങളാണ് എന്നെ കുറിച്ച് അപവാദിയായവൻ ചെന്ന് അപവാദം പരത്തുന്നത്, അല്ലെങ്കിൽ ഹല്ലേലൂയ ഞാൻ ആയിരിക്കുന്ന സംവിധാനത്തിന്റെ നേതൃത്വങ്ങളിലൊക്കെ ചെന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത കളവുകൾ ചെന്ന് പറയുന്നു. അവരത് വിശ്വസിക്കുന്നു. നീ നിന്റെ ഭാഗത്തിന്റെ ന്യായം പറയാൻ നിൽക്കരുത്. അവര് പറഞ്ഞ് വിശ്വസിച്ച് നിൽക്കുന്നവർ അങ്ങനെ നിൽക്കട്ടെന്നേ. നീ ഒരുവന്റെ മുമ്പിൽ ഈ വിഷയം കൊടുക്കുക. ഹല്ലേലൂയ. നിനക്കെതിരെ കളവായെന്ന് പറഞ്ഞ് നിലപാടുകൾ സ്വീകരിക്കുന്നവരുടെ മുമ്പിൽ നീ നിന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. പകരം കർത്താവിന്റെ മുമ്പാകെ ഈ വിഷയം വെക്കുക. അവൻ ആരെ വിഴുങ്ങണമെന്ന് ചുറ്റി നടക്കുക. അവൻ സിംഹം പോലെ അലയുകയാണ്, പക്ഷേ നിന്നെ വിഴുങ്ങാൻ അവന് കഴിയത്തില്ല. കാരണം നീ ബലമുള്ള ഒരുവന്റെ കൈക്കീഴിൽ താണിരിക്കുകയാണ്. അവന്റെ ബലമുള്ള കൈക്കകത്തു നിന്നും നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ, നിന്നെ തട്ടിപ്പറിക്കുവാൻ, നിന്നെ നശിപ്പിച്ചു കളയുവാൻ ദുഷ്ടന് സാധിക്കത്തില്ല. ഹല്ലേലൂയ. ഇതിനെ ഏറ്റെടുത്തോണം. ഹല്ലേലൂയ. പേര് പറഞ്ഞ് ആള് പറഞ്ഞ് നിന്റെ മേൽ നടത്തുന്ന ഒന്നും നിന്റെ മേൽ ഫലിക്കത്തില്ലെന്നേ. അതിനുവേണ്ടി എത്ര പണം വാരി എറിഞ്ഞാലും, നിന്നെ തകർക്കാൻ എത്ര പണം വാരി എറിഞ്ഞാലും ഹല്ലേലൂയ അത് നടക്കയില്ല. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. അവർ സംഘടിതമായി നിന്നെടുക്ക് വരുന്നു. അവർ പിരിയും. അവരുടെ ഭാഷയെ കലക്കുന്ന ശക്തി വെളിപ്പെടും. ഹല്ലേലൂയ. അവൻ എത്ര കറങ്ങി നടന്ന് എന്തൊക്കെ പരിപാടി സെറ്റ് ചെയ്താലും നിന്റെ മേൽ ജയമെടുക്കാൻ കഴിയത്തില്ല. കാരണം നിന്റെ നാഥൻ മരണത്തെ ജയിച്ചവനത്രേ, പാതാള ഗോപുരങ്ങളെ തകർത്തവനത്രേ. ഹല്ലേലൂയ. ഉയരത്തിലെ ശക്തി നിന്റെ അകത്തിരിക്കുന്നു, നിന്റെ അകത്തിരിക്കുന്നു. തിരിച്ചറിവുള്ളവർ കരങ്ങളെ കണ്ടി ശത്രുവിനെ ജയമെടുത്ത്, ശത്രുവിനെ കണ്ട്, ശത്രുവിന്റെ അലർച്ച കേട്ട്, ശത്രുവിന്റെ ബലം കണ്ട്, അവന്റെ ദ്രംഷ്ടങ്ങൾ കണ്ട് പേടിക്കാനല്ല. എന്തൊരു ജടയാ, എന്തൊരു രൂപമാ. അത് എന്തെങ്കിലും ആയിക്കോട്ടെ, നീ ശത്രുവിനെ വർണ്ണിക്കാനല്ല നിന്നെ ആക്കിയേക്കുന്നത്. അവൻ എത്ര ബലശാലിയായാലും ഒറ്റ വാക്കുകൊണ്ട് സർവത്തെ ഉണ്ടാക്കിയ എന്റെ യേശുവിന് തുല്യമല്ല. യേശു എവിടെ ഇരിക്കുന്നു? നിന്റെ അകത്തിരിക്കുന്നു, നിന്റെ അകത്തിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന. എത്രാമത്തെ വാക്യം ഇപ്പൊ വായിച്ചത്? 8ാമത്തെ വാക്യം വായിക്കണേ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണമെന്ന് തിരഞ്ഞു നടക്കുന്നു. അത് വായിച്ച ഭാഗമാണ്. ഹല്ലേലൂയ. അതിന്റെ വിശദീകരണം ഞാൻ തന്നു കഴിഞ്ഞു. 1 യോഹന്നാൻ 5:4 നമുക്കൊന്ന് വായിക്കാം. 1 യോഹന്നാൻ 5-ാം അധ്യായം 4-ാം വാക്യം വായിച്ചാട്ടെ. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. കേട്ടോ, ലോകത്തിന്റെ ബലം എത്ര വലുതാണേലും ഒരു ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടാകണം. അവൻ ഇന്ന കർമ്മങ്ങളും
അവർ ഇന്ന കാര്യങ്ങളും ചെയ്യുന്നവരാ, അവരുടെ പിന്നിൽ ഭയങ്കര ശക്തിയുണ്ട്, അവരുടെ പിന്നിൽ വലിയ ബലമുണ്ട്, അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആളുണ്ട്, എനിക്ക് വേണ്ടി ആരുമില്ല. ഉണ്ടെന്നേ, നിനക്ക് വേണ്ടി ഒരുവനുണ്ടെന്നേ. ഒറ്റ വാക്കുകൊണ്ട് എല്ലാത്തിനെയും ഉണ്ടാക്കിയവൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. വായിച്ചു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. എന്താ വിശ്വസിക്കുന്നത്? അലർന്ന സിംഹം, ചുറ്റി നടക്കുന്ന സിംഹം എന്നെ വിഴുങ്ങിക്കളയുന്നാണോ? ഇല്ലെന്നേ. അവൻ എത്ര കടന്നലറിയാലും, എന്തൊക്കെ അപവാദങ്ങൾ പടച്ചുവിട്ടാലും, എന്തൊക്കെ പരിപാടികൾ നിനക്കെതിരെ സംഘടിതമായി നടത്തിയാലും അത് നിന്റെ മേൽ ഏക്കത്തില്ലെന്നേ. അതാ എന്റെ വിശ്വാസം. അതായിരിക്കട്ടെ നിങ്ങളുടെ വിശ്വാസം. റോമൻസ് 8-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വേഗം വായിച്ചാൽ. റോമൻസ് 8 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ. റോമൻസ് 8 31 മുതൽ 33 വരെ. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണോ? നീ ദൈവത്തിൽ നിന്ന് ജനിച്ചതാണെന്ന് നമ്മൾ മുമ്പേ വായിച്ചു അല്ലേ? ഞാൻ ഇത്ര നാള് ഇന്നത് കഴിക്കാതിരിക്കുക, നീ എന്തോ കഴിക്കാതിരുന്നാലും, നീ എന്തൊക്കെ വെടിഞ്ഞ് എന്തൊക്കെ കർമ്മങ്ങളിൽ അകപ്പെട്ടാലും നിനക്ക് എന്നെ ജയിക്കാൻ കഴിയത്തില്ല. കാരണം ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. എന്നെ വീണ്ടും ജനിപ്പിച്ച ഒരുവനുണ്ട്, അവന്റെ പേരത്ര യേശു കർത്താവ്. ചില പറയുന്നില്ല നിങ്ങളെ വലിയ ബോധമില്ലെന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേട്ടൊരു വാക്കാം. ഹല്ലേലൂയ. നിങ്ങൾ ആ സ്ഥാനത്തിരിക്കുന്നതിനോട് ഞങ്ങൾക്ക് വലിയ യോജിപ്പില്ലെന്ന്. നിനക്ക് യോജിപ്പുണ്ടേ, നിനക്ക് യോജിപ്പില്ലെങ്കിൽ എന്നെ നിർത്തിയത് എന്റെ തമ്പുരാനാ. ഹല്ലേലൂയ. നീ കിടന്ന് അലറിയാലും നിന്റെ അലർച്ചയെ കെടുത്തുവാൻ കഴിവുള്ള ശക്തി എന്റെ അകത്തിരിക്കുന്നു. സ്തോത്രം. വായിച്ചാട്ടെ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? കേട്ടോ? ഹല്ലേലൂയ. തെരഞ്ഞെടുപ്പുള്ളവരാണ് നിങ്ങൾ, തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഒരപ്പന്റെയും അമ്മയുടെയും മകനായ ഒരു സമൂഹത്തിൽ ജനിച്ചത് കൊണ്ടല്ല നിങ്ങളുടെ മേൽ തെരഞ്ഞെടുപ്പ് വന്നത്. എന്റെ ദൈവത്തിന് നിങ്ങളോട് ഒരു വലിയ താല്പര്യം തോന്നി. ആദ്യ അമ്മയുടെ ഉദരത്തിൽ നീ പിണ്ഡാഹാരമാകുന്നതിന് മുന്നമേ നിന്നെ കണ്ട ദൈവം അവൻ നിന്നെ ഒരു നാൾ കൈവിടത്തില്ല, അവൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. വായിച്ചാട്ട്. ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം. ശിക്ഷ വിധിക്കുന്നവൻ ആര്? നീതീകരിക്കുന്ന ശക്തീകരിക്കുന്ന ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ ശിക്ഷ വിധിക്കാൻ, നിനക്കെതിരെ പണിയാൻ ഒരുത്തനെ എണ്ണിക്കത്തില്ലെന്നേ. ഇങ്ങനൊന്നും പോരാ. ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. എഫേസ്യൻസ് 6-ാം അധ്യായം 10-ാം വാക്യം. എഫേസ്യൻസ് 6:10 വായിച്ചാണ്. യേശുവേ ആരാധന. കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. കേട്ടോ? നിങ്ങൾ എവിടെ ആശ്രയം വെച്ചാൽ മതി. ചുമ്മാ പാടില്ലേ? ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ. യഥാർത്ഥത്തിൽ ആശ്രയം യേശുവിലാണോ? ആണെങ്കിൽ നീ പേടിക്കണ്ട. ഹല്ലേലൂയ. ഏതെങ്കിലും ആചാരങ്ങളെ അനുഷ്ഠാനത്തിന് പുറകിലല്ല ഞാൻ നിൽക്കുന്നത്. ഹല്ലേലൂയ. ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരിടമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും. സംഘടനാ ശക്തിയോ സംഘബലങ്ങളോ രാഷ്ട്രീയ പിടിപാടുകളോ എനിക്കില്ല. എനിക്കുള്ളത് ഒന്ന്, ഒറ്റ വാക്കുകൊണ്ട് ലോകത്തെ ഉണ്ടാക്കിയ, ഒറ്റ വാക്കുകൊണ്ട് സർവത്തിനും ആധാരമായ എന്റെ കർത്താവ്. അവന്റെ അമിത ബലത്തിൽ നിങ്ങൾ ശക്തിപ്പെടുകയും. അതിന്റെ 16-ാം വാക്ക്, അധ്യായത്തിന്റെ 16-ാം വാക്ക്. എല്ലാത്തിനും ദുഷ്ടന്റെ തീയമ്പുകളെ, കേട്ടോ, ഏറ്റെടുത്തോണേ. ദുഷ്ടന്റെ തീയമ്പുകളെ, തൊടുത്തുവിടുന്ന സാധനങ്ങളെ ഒക്കെ കെടുത്തിക്കളയുവാൻ, ആ കത്തി വരുന്ന സാധനത്തെ കെടുത്തിക്കളയുവാൻ വിശ്വാസം എന്ന പരിച എടുത്തുകൊള്ളുവീൻ. ദുഷ്ടൻ അയച്ചു വിടുന്ന തീയമ്പുകളെ കെടുത്തുവാൻ കഴിവുള്ള വിശ്വാസം എന്ന പരിചയം എടുത്തുകൊള്ളുക.
ഹല്ലേലൂയ. എന്താ അതിന്റെ അർത്ഥം? അവൻ എത്ര ശക്തമായത് അയച്ചാലും അത് എന്റെ തൊലിപ്പുറത്തേക്കത്തില്ല കേട്ടോ. വിശ്വസിക്കാൻ കഴിവുള്ളവർ മാത്രം ഒന്ന് കർത്താവിനെ ശ്രദ്ധിച്ചാട്ടെ. അയ്യോ, എന്നെ എന്റെ തലമുറയും എന്റെ കുടുംബത്തെ നോ, ഒരു പാറയും നിന്റെ കൂടാരത്തിന് മേൽ അടിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. വാക്യം എടുക്കണമെന്നില്ല. യെശയ്യാ 54:17 വാക്യത്തിൽ ഇരിക്കുന്നു, ഒരായുധവും നിന്റെ മേൽ ഫലിക്കത്തില്ല. യെശയ്യാ 54:17 എഴുതിയിരിക്കുന്ന വാക്ക്, ഒരായുധവും നിന്റെ മേൽ ഫലിക്കത്തില്ല. ഹല്ലേലൂയ. നിന്നെ കുറ്റം പറയുന്ന നാവിനെ നീ വിധിക്കും. കേട്ടോ, നിന്നെ കുറ്റം പറയുന്ന നാവിനെ നീ വിധിക്കുവല്ലേ. വിധി കൽപ്പിക്കാനുള്ള അധികാരം നിന്റെ നാവിൽ ദൈവം പകരുകയാണ്. ചിലതിനെ പേരോടെ കത്തിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് പകൽക്കാലം ഓരോരുത്തരുടെ മേലും വ്യാപരിക്കപ്പെടട്ടെ. കരങ്ങളെ തട്ടി, കരങ്ങളെ തട്ടി. ദുഷ്ടൻ കൊടുത്തുവിടുന്ന ഒരായുധവും നിന്റെ മേൽ ഫലിക്കത്തില്ല. അപവാദിയായവന്റെ നാവിനെ നീ ബന്ധിക്കും. ഹല്ലേലൂയ. കാരണം എല്ലാ മുഴങ്കാലിനെ മടക്കുവാൻ കഴിവുള്ള നാമം, ആ മടക്കുവാൻ കഴിവുള്ള അധികാരമുള്ളവൻ ആരാന്നറിയാവോ? അയ്യോ ഉണ്ടവിടെ. എന്നോ എന്റെ അപ്പന്, എന്റെ അപ്പന് അബ്ബാപിതാവേ എന്ന് വിളിപ്പാനുള്ള സ്വപുത്രത്വത്തിന്റെ ആത്മാവിനെ പകർന്നു തന്നവൻ. ആ അധികാരത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞാട്ട്, ദുഷ്ടനെ എന്റെ മേൽ ജയമെടുക്കുവാൻ കഴിയത്തില്ല. ദുഷ്ടൻ എന്റെ മേൽ ജയമെടുക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഏത് നാവിനെയും വിധിക്കുവാൻ കെട്ടുവാനുള്ള അധികാരം എന്റെ തമ്പുരാൻ നിന്റെ നാവിൽ തന്നിരിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ മുട്ടും പാടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം. എല്ലാ മുട്ടും എല്ലാ നാവും പാടിടും യേശു മാത്രം. കർത്തനീ കർത്തനീ മരണത്തെ എല്ലാ മുട്ടും എല്ലാ നാവും പാടിടും യേശു മാത്രം. ഏതോ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഏതോ കഥയല്ല ഞാൻ ഈ പറയുന്നത്. എല്ലാ മുട്ടിനെ മടക്കാൻ കഴിവുള്ള കാൽവരി കൊലക്കളത്തിൽ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന ആ കർത്താവ് നിങ്ങളുടെ അകത്തിരിക്കുന്നു, നിങ്ങളുടെ അകത്തിരിക്കുന്നു, നിങ്ങളുടെ അകത്തിരിക്കുന്നു, നിങ്ങളുടെ അകത്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രുവിന്റെ ബലത്തെ കെടുത്തുവാനുള്ള അധികാരം നിന്റെ നാവിൽ പകർന്നു തന്നിരിക്കുന്നു, നിന്റെ നാവിൽ തന്നിരിക്കുന്നു. വചനം നിന്റെ നാവിൽ, വചനം നിന്റെ ആധാരങ്ങളിൽ, വചനം നിന്റെ നാവിൽ നീ പറയുന്നതേ സംഭവിക്കത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ശത്രുവിന്റെ മേൽ ജയമെടുത്ത് അധികാരത്തോടെ ശക്തിയുടെ അധികാരത്തിന്റെ അടയാളമായി ആരെന്ത് കളവും എന്ത് വ്യാജവും നിനക്കെതിരെ പ്രചരിപ്പിക്കട്ടെ, പറയട്ടെ. പ്രത്യുത്തരം പറയേണ്ടവൻ എഴുന്നേക്കും, പറയുന്നവൻ എഴുന്നേക്കും. ഇന്ന് പലർക്കാലം നിനക്ക് വേണ്ടി ഒരു കൊടുക്കുവാൻ നടക്കുകയാണ്. നാളുകളായി 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 ഇതിന് മറുപടിയില്ലാതെ ചോദിക്കുന്ന വിഷയത്തിനകത്ത് ഒരു മറുപടി ഇന്ന് പകൽക്കാലം തുളച്ചു ചെല്ലുന്ന, ഏതിനെയും ഭേദിച്ച് കടന്നു ചെല്ലുന്ന വചനമെന്ന വാൾ അയക്കപ്പെടുകയാണ്. മറുപടികളാൽ നിറയ്ക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലാസ്റ്റ് ടൈം മിനിസ്റ്റർ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുക, ദുഷ്ടൻ ഒരുക്കിക്കൊണ്ടുവരുന്ന പണികൾ
നിനക്കെതിരെ വിരോധമായി സംഘടിക്കുന്ന വ്യക്തികളെ കണ്ട് ഹല്ലേലൂയ നീ ഭയക്കണ്ട. എന്ത് പ്രത്യുത്തരം പറയും, എന്ത് മറുപടി പറയുന്നോർത്ത് നീ ഭാരപ്പെടേണ്ട. ഹല്ലേലൂയ പറയുന്നവൻ എഴുന്നേക്കും, പ്രവർത്തിക്കുന്നവൻ എഴുന്നേക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ അപ്പൻ അറിഞ്ഞ, എന്റെ അമ്മ അറിഞ്ഞ, എന്റെ മുത്തശ്ശന്മാരറിഞ്ഞ വകുപ്പും പരിപാടികളും പറഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുടെ മുമ്പിൽ എന്നെ അറിഞ്ഞ, ഞാൻ കണ്ട, എന്നെ തൊട്ട, ഞാൻ തൊട്ട എന്റെ ദൈവം എന്ന് പറയുന്ന നിന്നെയും എന്നെയും ഉയർത്തി മാനിക്കുവാൻ അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്നു ദൈവം വലുത് ചെയ്തെടുക്കാൻ പോകുന്നു. ദൈവത്തിന്റെ ശക്തിയേറിയ കരം പ്രവർത്തിക്കുന്നത് നിങ്ങൾ കാണാൻ പോവുകയാണ്. സാക്ഷ്യങ്ങളാൽ ദൈവം നിങ്ങളെ ഉറപ്പിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ആമേൻ ആമേൻ ആമേൻ.